ഷിജ, എല്ലാ വിധത്തിലുമുള്ള ചട്ടലംഘനങ്ങൾ തുടരുകയാണ്. കാരണം സിൻഡിക്കേറ്റിനാണ് രജിസ്ട്രാർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ അധികാരമുള്ളത്. സിൻഡിക്കേറ്റ് ചേരാത്ത അത്യപൂർവ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അധികാരത്തെയാണ് ഇപ്പോൾ VC ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചട്ടലംഘനമാണ് എന്ന് കണ്ണും പൂട്ടി പറയാനാകും. മിനിസ്റ്ററും സൂചിപ്പിച്ചത് അതുതന്നെയാണ്. അത്തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ അത് ബോധപൂർവമാണ് എന്നാണ് മിനിസ്റ്ററും ഈ വിഷയത്തിൽ പറഞ്ഞത്. ആർ ബിന്ദു. തീർച്ചയായും അജിംഷാദ്, അതായത് ഇതിൽ അതുതന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് VCക്ക് കത്ത് നൽകുന്നത്. അതിനുവേണ്ടി അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നുള്ളതായിരുന്നു അവർ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത്തരത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ച് വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് പോയാൽ ഇവർ പ്രത്യേകിച്ചും ഗവർണറും അതോടൊപ്പം തന്നെ VCയും ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് VC കടക്കുന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിനുള്ള അധികാരം സർവകലാശാലയുടെ സിൻഡിക്കേറ്റിനാണ്. സർവകലാശാലയിലെ പരമോന്നത ബോഡി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. അപ്പോൾ സിൻഡിക്കേറ്റിനാണ് ഇത്തരത്തിൽ രജിസ്ട്രാറെ നിയമിക്കാനാണെങ്കിലും രജിസ്ട്രാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനാണെങ്കിലും ഒക്കെയുള്ള അധികാരമുള്ളത്. ഈ സിൻഡിക്കേറ്റ് ചേരാത്ത അപൂർവം സമയങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ ഉള്ളൊരു അധികാരം VCയിലേക്ക് വന്നു ചേരുന്നത്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല എന്നിരിക്കെയാണ് അടിയന്തരമായി ഒരു നടപടിയിലേക്ക് VC കടന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അസാധാരണ നടപടിയാണ്, സർവകലാശാലയുടെ ചട്ടങ്ങൾക്കെതിരെയുള്ളൊരു നടപടിയാണ് VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വിലയിരുത്തുന്നതും. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ സർക്കാരിൻ്റെ തലങ്ങളിൽ നിയമവശങ്ങൾ പരിശോധിച്ച് നടപടിയെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാർ ആകട്ടെ, അദ്ദേഹവും നിയമപരമായി ഉള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുക, അത് പ്രത്യേകിച്ചും ഹൈക്കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള നിയമോപദേശമടക്കം അദ്ദേഹം തേടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരുമായിട്ടുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുകയുമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം കേരള സർവകലാശാലയിലേക്ക് ഇന്ന് എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള നീക്കം, ഇതിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധം, രജിസ്ട്രാറുടെ നിയമപരമായ നീക്കം, നിയമോപദേശം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ രജിസ്ട്രാറിൻ്റെ നോട് ചട്ടങ്ങൾ അനുകൂലിച്ചുകൊണ്ട് നിലനിൽക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരും സ്വീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയുന്നു. എന്തായാലും VCയുടെയും ഗവർണറുടെയും ഒക്കെ നീക്കങ്ങളാണ്, സംഘപരിവാർ വൽക്കരണം, കാവ്യവൽക്കരണം അടങ്ങുന്ന നീക്കങ്ങളാണ് ചട്ടവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം VCക്കില്ല, അത് സിൻഡിക്കേറ്റിനാണ്. സിൻഡിക്കേറ്റ് ചേരാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു നടപടി സിൻഡിക്കേറ്റുമായി ആലോചിക്കാതെ ചെയ്യുന്നത്? അതിൽ ചട്ടവിരുദ്ധതയാണ് പ്രധാനമായും എടുത്തു കാട്ടുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.